ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കോൺഗ്രസിനാണ് UDFനാണ് 5% വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിൻ്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDFൻ്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങൂ എന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFൻ്റെ ഈ കാലത്ത് 1% വോട്ട് ഞങ്ങൾ കുറയും. അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് 5% വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. LDFന് 1% വോട്ട് മാത്രമാണ് കുറഞ്ഞത് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. മഹേഷ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. കേരളത്തിലെ LDFൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു വിലയിരുത്തൽ CPMനകത്ത് ഉണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ MV ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്നും 1% വോട്ട് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, 5% വോട്ട് കുറഞ്ഞത് UDFനാണ് എന്നാണ് അദ്ദേഹം കണക്കുകൾ നിരത്തി ഇപ്പോൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന കാര്യം CPM സമ്മതിക്കുന്നുണ്ടോ? ലക്ഷ്മി, ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് സമ്മതിക്കാൻ, ഇതുവരെ പരസ്യമായി സമ്മതിക്കാൻ എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇന്നലെയും പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ശ്രദ്ധയിൽ വന്നാൽ അത് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1% വോട്ട് മാത്രമാണ് LDFന് കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്, അത് അടിസ്ഥാനപരമായ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. പക്ഷേ മണ്ഡല അടിസ്ഥാനത്തിൽ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 1% വോട്ടിൻ്റെ ഡിഫറൻസ് അല്ല, വ്യത്യാസമല്ല വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. മൊത്തത്തിലുള്ള കേരളത്തിലാകെയുള്ള വോട്ടിംഗ് ശതമാനത്തിൻ്റെ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന 1% കണക്കിന് വ്യത്യാസം മാത്രമാണ് ഉള്ളതെങ്കിലും മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അതല്ല ചിത്രം. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് തൃശ്ശൂരിലേക്ക് BJP സ്ഥാനാർത്ഥിക്ക് ഗുണകരമായി പോയത് എന്ന് പറയുന്ന കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അത് സത്യവുമാണ്. LDFന് അക്കാര്യത്തിൽ വോട്ട് ചോർച്ച തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ NDAയുടെ ഈ വിജയം, തൃശ്ശൂരിൻ്റെ വിജയം മാത്രമല്ല, LDFും അതുപോലെ CPIMും CPIയും ഒക്കെ പ്രത്യേകം പരിശോധിക്കാൻ പോകുന്നു. കാരണം മറ്റ് മണ്ഡലങ്ങളിൽ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിൽ, മറ്റ് പല മണ്ഡലങ്ങളിലും BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റമാണ്, അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർധനവാണ്. അത് ഏത് തരത്തിലേക്കൊക്കെ ആയിരിക്കും ബാധിച്ചേക്കുന്നത് എന്ന് വ്യക്തമായി വിലയിരുത്തേണ്ട സാഹചര്യമുണ്ട്. ആറ്റിങ്ങലിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ UDFൻ്റെ വോട്ടും LDFൻ്റെ വോട്ടും BJPയിലേക്ക് ഒഴുകിയതായിട്ട് കാണാൻ കഴിയും. അവിടെ അത് ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ പാർട്ടി കാണുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഈ മാസം 9-ാം തീയതി ചേരുന്നുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമായിരിക്കും നടക്കുക. അതുപോലെ തന്നെ കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുണ്ടായ, ത്രിപുരയിലും മറ്റുമുണ്ടായ തിരിച്ചടികളും പരിശോധിക്കുകയും ചെയ്യും. കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന പ്രതീക്ഷയായിരുന്നു CPIMൻ്റെ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നത്. കൂടുതൽ സീറ്റുകൾ വിജയിക്കും കഴിഞ്ഞ അടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. 6 സീറ്റെങ്കിലും കുറഞ്ഞത് ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പരമാവധി 12 സീറ്റ് വരെ CPIM കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടാകില്ല എന്ന സാഹചര്യത്തിൽ ഈ ചർച്ച, ഈ സെക്രട്ടേറിയറ്റ് PB യോഗത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് പരാജയമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം 16, 17, 18 തീയതികളിൽ ചേരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് 3 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിന് പിന്നാലെ 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. വളരെ നിർണായകമായ യോഗമായിട്ടായിരിക്കും ഇത് മാറുക. ലക്ഷ്മി.